എല്ലാ നിമിഷവും നിങ്ങൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെപ്പറ്റി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സിൽ, ജോലിയിൽ, കുടുംബത്തിൽ. ഇതിലെല്ലാം നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള 5 വഴികളെ പറ്റിയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. ഒരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതിൽ ഡിലേ ഉണ്ടാവരുത്. ഈ തീരുമാനം എടുത്താൽ എന്തായിരിക്കും ഇതിന്റെ ഗുണങ്ങൾ, എന്തൊക്കെ ദോഷങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും, എന്തൊക്കെ റിസ്ക് എനിക്ക് ഈ തീരുമാനം കൊണ്ട് ഉണ്ടാവും എന്ന കാര്യം ചിന്തിക്കാൻ എല്ലാ ദിവസവും അല്പസമയം നീക്കി വെക്കേണ്ടതാണ്. എന്താണ് ഈ തീരുമാനം എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന മറ്റ് മാറ്റങ്ങൾ? ഈ ബിസിനസ് തുടങ്ങിയാൽ, ഈ ബന്ധം തുടങ്ങിയാൽ എന്താണ് എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ? എൻ്റെ കുടുംബ ജീവിതത്തെ, എൻ്റെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന മട്ടിൽ കാര്യങ്ങളെ മറച്ചു വെക്കുന്നത് ലോങ് ടേം ആയി നോക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെ വഷളാക്കുകയേ ഉള്ളൂ. ഒരു തീരുമാനമെടുക്കുക എന്നത് പല ആളുകൾക്കും വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ്. അവർ ചിന്തിക്കുന്നത്, ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഇമേജ്, എങ്ങനെയാണ് മറ്റുള്ളവർ എന്നെ കാണുക? ഇങ്ങനെ വ്യക്തിപരമായി പല കാഴ്ചപ്പാടുകളിലും പ്രശ്നങ്ങളിലും നിന്നുകൊണ്ട് വളരെയധികം സമയം ഓരോ വ്യക്തികൾക്കും നഷ്ടമാകുന്നു. അതിന് പകരം വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുക. ഈ വികാരങ്ങളും ഈഗോയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്തായിരിക്കും ഈ തീരുമാനമെടുത്താൽ, ഈ ബിസിനസ് തുടങ്ങിയാൽ, ഈ ബന്ധം തുടങ്ങിയാൽ എനിക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്നത് വസ്തുനിഷ്ഠമായി കണക്കാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉയരുക. ഇങ്ങനെ വ്യക്തിപരമായ ചിന്തകളും അതുപോലെ വികാരങ്ങളെയും തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം മുമ്പ് ഈ ലോകത്ത് മറ്റാരോ എടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് അഭിപ്രായം തേടുക. ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇത് നിങ്ങൾ മാത്രം എടുക്കാൻ പോകുന്ന തീരുമാനമാണ് എന്ന മട്ടിലായിരിക്കും ചിന്തിക്കുന്നത്. ഇത് വലിയൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇത് വളരെ പ്രയാസം ഉള്ളൊരു കാര്യമാണ്. എന്നാൽ ഇത് ലോകത്ത് പല ആളുകളും മുന്നേ എടുത്ത തീരുമാനങ്ങളാണ്. അതുകൊണ്ട് അതേ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന ആളുകളിലേക്ക് ഇറങ്ങി അവരോട് ചോദിക്കുക. പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയാണെങ്കിലും, കരിയർ ചേഞ്ച് ആണെങ്കിലും, പുതിയൊരു ബന്ധം തുടങ്ങുന്നതിനെ പറ്റി ആണെങ്കിലും ചില ആളുകൾ പറഞ്ഞു തരില്ല. അവർ കരുതും, ഇവനോട് കൂടി പറഞ്ഞാൽ ഇവനും എനിക്കൊരു കോമ്പറ്റീഷനായി മാറില്ലേ. എന്നാൽ ചില ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള കാര്യത്തിൽ വളരെയധികം സഹായം ചെയ്യുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ജീവിതത്തിൽ മുന്നേറിയ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ബയസും വികാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നാം പലതരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യും. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന സ്ഥലത്ത് സാധ്യതയുണ്ടോ, എത്രത്തോളം കോമ്പറ്റീഷൻ ഇതിലുണ്ട്, ഇതിന്റെ ലോങ് ടേം ആയിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നാം പഠിക്കും. എന്നാൽ ചില ആളുകളുടെ പ്രശ്നം, അവർ പഠിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും തീരുമാനമെടുക്കില്ല. എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്തായിരിക്കും മറ്റൊരു വ്യക്തി പുതിയൊരു ഡാറ്റയുമായി കയറി വരുന്നത്. അപ്പോൾ അവൻ കരുതും ഇനിയും ഡാറ്റ വരട്ടെ. ഇത്തരത്തിലുള്ള സമീപനം നിങ്ങളെ എവിടെയും എത്തിക്കില്ല. മനസ്സിലാക്കുക, പൂർണ്ണമായിട്ടും എല്ലാം അറിഞ്ഞതിനു ശേഷം തീരുമാനമെടുക്കുക എന്ന ഒരു കാര്യം യാഥാർത്ഥ്യത്തോട് ചേർന്നതല്ല. ശരിയായ ഡാറ്റയും റിസർച്ചും നടത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറിച്ച് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ അഭിപ്രായമോ അവന്റെ ചിന്തകളോ മാത്രം കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് വിരുദ്ധമായ റിസൾട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഒരു കാര്യത്തെപ്പറ്റി തീരുമാനമെടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഡാറ്റയും നിങ്ങളുടെ കയ്യിലില്ല. ഈ തീരുമാനമെടുത്താൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലും അറിയില്ല. അതിനേക്കാൾ ഭയാനകമായത് തെറ്റായ ഡാറ്റ സ്വീകരിക്കുക എന്നതാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു,
നീയൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് നേടാനാണ്? വല്ല പണിക്കും പോയിക്കൂടെ? വെറുതെ സമയം കളയണോ? ഗൾഫിൽ നിന്ന് വന്ന ആൾക്ക് നാട്ടിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കില്ല എന്ന് നിനക്കറിയില്ലേ? അല്ലെങ്കിൽ ബിസിനസ് ഒന്നും ഇനിയുള്ള കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വളരെ വ്യക്തിപരമായി ഒരു വ്യക്തി എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്ത് പരാജയപ്പെട്ടത് കൊണ്ട് എല്ലാവരിലേക്കും അത് എത്തിക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുക. ഇതിനാണ് റോങ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റോങ് ഡാറ്റകൾ നിങ്ങളിലേക്ക് എത്തി അതിലൂടെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ തെറ്റായ ഡിസിഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്ന കാര്യത്തിൽ അതിൽ മുന്നേറിയവരുടെ അഭിപ്രായങ്ങളും അവരുടെ കയ്യിൽ നിന്നും ഡാറ്റ എടുക്കുക. അവസാനമായി, ഒരു ഡിസിഷൻ എടുക്കാൻ തുനിയുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഡിസിഷൻ എടുത്താൽ എന്തൊക്കെ റിസ്ക് ഇതിന്റെ കൂടെ വരുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറിനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. എന്തൊക്കെ റിസ്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നത് മുൻകൂട്ടി അറിയുക. ചിലപ്പോൾ കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ വലിയൊരു തുക തിരിച്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ബന്ധങ്ങൾ തന്നെ നശിച്ചു പോകും, ചിലപ്പോൾ ആ ബിസിനസ് തന്നെ ഇല്ലാതാവും. ഇത്തരം കാര്യങ്ങൾ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അതിന്റെ റിസ്ക് അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനമെടുത്തു, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് പ്രായോഗികമായില്ല, അത് പരാജയപ്പെട്ടു. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അതിൽ ജീവിക്കാതെ, അതായത് അയ്യോ എൻ്റെ എല്ലാം നഷ്ടമായി, ഞാനിനി ജീവിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന അവസ്ഥയിൽ പെട്ട് ഇരിക്കാതെ ആ സംഭവത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിച്ചത്, ഭാവിയിൽ ഇതിലും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ ഇതെങ്ങനെ സഹായിക്കും എന്നത് മനസ്സിലാക്കുക. ഇത്രയുമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ 5 കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.